കണ്ടാ ഈ മമ്മലുണ്ട് കാത്തിരിക്കുന്നു. Good afternoon, sir. Sina Jose, good afternoon. Good afternoon, sir. Mr. Priya. Good afternoon, sir. Seema, good afternoon. Good afternoon, sir. Sia, good afternoon. Good afternoon, sir. Yes, Ankita. Good afternoon, sir. Ajita, Good afternoon, sir. Yes, Good Ankita. Good afternoon, sir. Okay, Ajit. Sajja, good afternoon. Isha, good afternoon. Okay, let us start. Let us start. Yes, sir. Okay, Amisha. Okay, Ashmi, Mr. Priya. Okay, let us start. Prayer, anybody? Thank you, sir. Yes, Physiologist, sir. നല്ല എളുപ്പമായിരുന്നു. Thank you, sir. Examination അല്ലേ? Yes. Examination എളുപ്പമായിരുന്നുള്ളത് അശ്വതി ടീച്ചറിനോട് പറഞ്ഞിട്ട് അശ്വതി ടീച്ചർ എന്നോട് പറഞ്ഞിരുന്നു. യെസ്, എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷയ്ക്ക്? എളുപ്പമായിരുന്നില്ലേ എല്ലാവർക്കും? എളുപ്പമായിരുന്നു, സർ. യെസ്. ഗുഡ് മോർണിംഗ്, സർ. വളരെ എളുപ്പമായിരുന്നു. ഇംഗ്ലീഷ് പാർട്ട് വളരെ എളുപ്പമായിരുന്നു. 20 മാർക്കും കിട്ടിയില്ലേ? യെസ്. യെസ്. ഇംഗ്ലീഷിന്റെ കൺഫേം ആണ്, സർ. ഇംഗ്ലീഷിലെ കൺഫേം ആണ് അല്ലേ? യെസ്. ഞാൻ നിങ്ങളോട് തുടക്കത്തിലേ പറഞ്ഞിട്ടൊരു വാചകമുണ്ട്. ഇംഗ്ലീഷിന് നിങ്ങളെ പരാജയപ്പെടില്ല. നിങ്ങളൊരു 25% എന്നോടൊപ്പം ചേർന്ന് നിന്നാൽ മതി. 50-100 വരെ 25% നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിച്ചാൽ മതി. ബാക്കി റെഡിയാക്കി എടുക്കും. യെസ്. പിന്നെ നിങ്ങൾ വളരെ നല്ല ജെന്യുവിനായ കുട്ടികളല്ലേ? അപ്പൊ അതിന്റെ പേരില് ആ ഒരു ഇൻട്രസ്റ്റുകൾ കാണിക്കുന്നുണ്ട്. നോ പ്രോബ്ലം. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രയർ ഉണ്ടോ? ജിസ്ന, ഇല്ലെങ്കിൽ ആരംഭിക്കട്ടെ? യെസ്. അപ്പൊ ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ ആരംഭിക്കാം. ഓക്കെ. അപ്പോ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് നമ്പർ 7 ആണ്. യൂണിറ്റ് നമ്പർ 7. യെസ്. അപ്പൊ യൂണിറ്റ് നമ്പർ 7-ല്
അതിന്റെ ഹെഡിങ് ഇതാണ്, നൗൺസ്, നൗൺ ഫ്രേസസ് ആൻഡ് നൗൺ ക്ലോസസ്. യെസ്, ഓക്കെ. ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് മാത്രമേ. യെസ്, ഓക്കെ. Sir, one doubt. Unit 8 complete ആയ sir, adverb. adverb നമ്മൾ എടുത്തല്ലോ, അത് കഴിഞ്ഞു. ഓക്കെ സർ, പിന്നെ ഇതുണ്ടായല്ലോ സർ, പ്രൊണൗണ് റിലേറ്റീവ് പ്രൊണൗൺ മാത്രമല്ല, ടെക്സ്റ്റ് ബുക്കിൽ കുറെ പ്രൊണൗൺസ് കണ്ടു അതിന്റെ അതേത്? ഓക്കെ സർ. ടെക്സ്റ്റ് ബുക്കിൽ കുറെ അധികം ഉണ്ടാവും. ഓക്കെ ഓക്കെ, യെസ്. ഇനി നമുക്ക് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാല് 2.5 മാസത്തിന്റെ അല്ലെങ്കിൽ ഒരു 3 മാസത്തെ താഴെ നമുക്ക് കാണുള്ളൂ. അപ്പൊ അതിനുള്ളിൽ നമുക്ക് ഇനിയും ചാപ്റ്റേഴ്സ് ബാലൻസ് ചെയ്തിട്ടുണ്ട്, അടക്കാനുണ്ട്. ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്, അതിനോടൊപ്പം തന്നെ പാസീവ് വോയിസ്, പിന്നെ വെർബ് സിസ്റ്റം. യെസ്, അതൊക്കെ സമയം വേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അവിടെ നമ്മൾ കുറച്ച് സമയം കൊണ്ടെടുക്കും. യെസ്, ഓക്കെ. നമുക്കൊരു വിഷയത്തിലോട്ട് വരാം. ഇപ്പൊ ഞാനൊരു വാചകം നിങ്ങളോട് പറയുകയാണ്, എന്താണ് ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോ ക്ലോസ് CLOEC ക്ലോസ് അല്ല, CLAUSE ക്ലോസ് ആണ് ഇംഗ്ലീഷിലെ ക്ലോസ് എന്ന് പറയുന്നത്. അതായത് ഒരു സെന്റൻസിനെ നമ്മൾ പല കഷ്ണങ്ങളാക്കില്ലേ, ഒരു സെന്റൻസ് നമ്മൾ 2 കഷ്ണങ്ങളാക്കുക, 3 കഷ്ണങ്ങളാക്കുക. ആ ഓരോ കഷ്ണത്തെയുമാണ് നമ്മളത് പറയുന്നത് ഓരോ ക്ലോസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ ഉറങ്ങിയായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നുള്ളത് ഒരു ഭാഗവും, അവൾ ഉറങ്ങുകയായിരുന്നു എന്നുള്ളത് രണ്ടാമത്തെ ഒരു ഭാഗവും. അല്ല, രണ്ടായിട്ട് നമ്മൾ തിരിച്ചു. അപ്പൊ നമുക്ക് പറയാം ഇതിന്റെ അകത്ത് 2 ക്ലോസ് ഉണ്ട്. അപ്പൊ ചില സെന്റൻസുകൾ ഒരു ക്ലോസ് ഉണ്ടാവുള്ളൂ, ചില സെന്റൻസിൽ ഒന്നിൽ കൂടുതൽ ക്ലോസുകൾ ഉണ്ടാവും, 2, 3, 4 ക്ലോസുകളൊക്കെ വരാം സെന്റൻസിന്റെ ലെങ്ത് അനുസരിച്ച്. അപ്പൊ സെന്റൻസിന്റെ ഒരു പാർട്ടിനെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പൊ ധാരാളം ക്ലോസുകൾ കൂടി ചേരുമ്പോൾ that will make one sentence. ചിലപ്പോൾ ഒരു ക്ലോസ് മതി, ചിലപ്പോൾ ഒന്നിലധികം ക്ലോസുകൾ കൂടി ചേരുമ്പോഴാണ് നമുക്കൊരു സെന്റൻസ് ഉണ്ടാവുന്നത്. യെസ്, ഞാനൊരു വാചകം പറയും, നേരത്തെ ഞാൻ ഈ പറഞ്ഞ ഒരു വാചകം പറയണം. അത് എഴുതി, when I went there, when I went there, she was reading a book. When I went there, she was reading a book. Okay, when I went there, she was reading a book. Okay, appo Amisha okay, Amisha കോമ ഇടുകയാണെങ്കിൽ അമീഷയ്ക്ക് അതിനുള്ള അവസരം എന്താണ്, എവിടെ ഇടും കോമ? Sir, sentence ഒന്നും കൂടെ പറയൂ. When I went there, she was sleeping. She was reading a book. When I was there കഴിഞ്ഞിട്ട് കോമ ഇടും. എവിടെ കഴിഞ്ഞിട്ട് കോമ ഇടും? There കഴിഞ്ഞിട്ട് കോമ ഇടും. ഓക്കെ, അമീഷ അവിടെ നിൽക്കട്ടെ. അപർണ രാഹുൽ, അപർണ. ഓക്കെ, ആഷ്മി മോൾ ആന്റണി. ഓക്കെ, ആഷ്മി മോളെ, ആഷ്മി മോൾക്കാണ് കോമ ഇടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആഷ്മി മോൾ എവിടെ ഇടുമായിരുന്നു? എനിക്ക് തോന്നുന്നു 2 വെൻ കഴിഞ്ഞിട്ടും പിന്നെ ഐ വെൻ ദേർ കഴിഞ്ഞിട്ടും ഒരു കോമ വരും. 2 കോമ ഇടും. വെൻ കഴിഞ്ഞിട്ടൊരു കോമയുണ്ട്, ദേർ കഴിഞ്ഞിട്ടും കോമയുണ്ട്. 2 കോമ ഇടും. ഓക്കെ 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 അപർണ, കാര്യങ്ങൾ നടക്കട്ടെ, അവിടെ ഓണാക്കി വെച്ചാൽ മതി, നോ പ്രോബ്ലം. യെസ്, അശ്മി മോളെ, ഒരു കോമയ്ക്കുള്ള ചാൻസ് ഉണ്ട്. അതിപ്പോ അവിടെ നമ്മുടെ അമീഷിട്ടില്ലേ, മാറ്റി പിടിച്ചൂടെ? അല്ലേ? ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. 2 പേര് ആൻസർ കറക്റ്റ് ആണ്. വെരി ഗുഡ് അമീഷ, വെരി ഗുഡ് ആഷ്മി. വെൻ ഐ വെന്റ് ദയർ, ഞാൻ അവിടെ ചെന്നപ്പോൾ. ഷീ വാസ് റീഡിങ് എ ബുക്ക്, അവൾ അവിടെ ഒരു ബുക്ക് വായിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് പറയാം ഈ സെന്റൻസിൽ 2 ക്ലോസ് ഉണ്ടെന്ന് പറയാം. ഒന്നാമത്തെ ക്ലോസ് വെൻ ഐ വെന്റ് ദയർ, രണ്ടാമത്തെ ക്ലോസ്
ഷീ വാസ് റീഡിങ് എ ബുക്ക്. അപ്പോ ഈ രണ്ട് ക്ലോസുകൾ ചേർന്ന് കഴിഞ്ഞപ്പോൾ അത് എന്തായി, ഒരു സെന്റൻസ് ആയിട്ട് മാറി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എ സെന്റൻസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് ക്ലോസസ്, ഓർ എ സെന്റൻസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് വൺ ക്ലോസ് ഓർ മോർ ദാൻ വൺ ക്ലോസസ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. യെസ്, ഇനി അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. സിനു മുംതാസ്, സിനു. ഇനി അത് ആദ്യത്തെ ഒരു ക്ലോസ് എന്ന് പറഞ്ഞത് വെൻ ഐ വെന്റ് ദെയർ എന്നുള്ളതാണ്. അത്രയും പറയുമ്പോൾ അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആവുന്നുണ്ടോ? മീനിങ് ഞാൻ കേട്ടില്ല സർ. മീനിങ് കംപ്ലീറ്റ് ആവുന്നുണ്ടോ? കറക്റ്റ് ഒരു മീനിങ് കറക്റ്റ് ആവുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വിദ്യ യെസ്. സിയ. യെസ് സർ. സിയക്ക് തോന്നുന്നു വെൻ ഐ വെന്റ് ദെയർ എന്ന് പറയുമ്പോൾ മീനിങ് കംപ്ലീറ്റ് ആവുന്നുണ്ടോ? യെസ് സർ. ഇല്ല, നോ. യെസ്. അപ്പൊ സിനുമായിട്ട് യോജിക്കണില്ല അല്ലേ? അല്ല, ഞാനാ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞതിന്റെ മീനിങ് യോജിക്കുന്ന കംപ്ലീറ്റ് ആയിട്ട്, കംപ്ലീറ്റ് സെന്റൻസ് ആയിട്ടില്ല. അതല്ല ഞാൻ പറഞ്ഞത്, വെൻ ഐ വെന്റ് ദെയർ മാത്രം മതി. എന്നാ ആയിട്ടില്ല. യെസ്, ഓക്കെ, വെരി ഗുഡ്. ശ്രദ്ധിച്ചില്ലായിരുന്നു സർ. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പൊ കറക്റ്റ് ആണ്. അപ്പൊ അജിതേ പറഞ്ഞത്, സിനു പറഞ്ഞത് കറക്റ്റ്. വെൻ ഐ വെന്റ് ദെയർ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആവുന്നില്ല. കാരണം ഞാൻ അവിടെ ചെന്നപ്പോൾ, പിന്നെ ഇല്ലല്ലോ, ബാക്കി കൂടി പറഞ്ഞാലും സെന്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ നമുക്ക് പറയാം, ആദ്യം പറഞ്ഞിട്ടുള്ള ക്ലോസിൽ മീനിങ് കംപ്ലീറ്റ് ആവുന്നില്ല. അങ്ങനെ മീനിങ് കംപ്ലീറ്റ് അല്ലെങ്കിൽ അതിനൊരു പേര് പറയും. അതിനെ പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ്. മീനിങ് കംപ്ലീറ്റ് ആവുന്നില്ലെങ്കിൽ ആ ക്ലോസിനെ പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ്. ഈ സബോർഡിനേറ്റ് ക്ലോസിനെ തന്നെ വേറൊരു പേര് കൂടി പറയും. അതാണ് ഡിപ്പെൻഡന്റ് ക്ലോസ് അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് ക്ലോസ്. ഡിപ്പെൻഡിങ്, ആശ്രയിച്ച് നിൽക്കുന്ന. അപ്പൊ തൽക്കാലം നമുക്ക് ധാരാളം പേരുകൾ പഠിച്ച് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിപ്പെൻഡിങ് അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ പറയുന്നത്, അതിനെ പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ്. ഓക്കെ, പിടികിട്ടിയല്ലോ. സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാകും, പിടികിട്ടി. യെസ്. ഇനി തസ്ലീമ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ വെൻ ഐ വെന്റ് ദെയർ എന്നുള്ളത് ഇല്ല എന്ന് വിചാരിക്കുക, അത്ര ഇല്ല. ബാക്കിയേ ഉള്ളൂ. ഷീ വാസ് റീഡിങ് എ ബുക്ക് എന്ന് പറയുമ്പോൾ മീനിങ് കംപ്ലീറ്റ് ആവുന്നുണ്ടോ തസ്ലീമ? ഇല്ല. ഒന്നുകൂടി ആലോചിച്ച് നോക്കി. ഉറപ്പാണെങ്കിൽ ഉറപ്പെന്ന് പറഞ്ഞു. അവൾ ബുക്ക് വായിക്കുകയായിരുന്നു. കംപ്ലീറ്റ് ആണ്. എഴുന്നേറ്റെന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. അവൾ ബുക്ക് വായിക്കുകയായിരുന്നു, കംപ്ലീറ്റ് അല്ലേ? അർത്ഥം പൂർത്തിയാവുന്നത്. അവൾ ബുക്ക്, സബ്ജക്ട്, വെർബ്, ഒബ്ജക്റ്റ് ക്ലിയർ അല്ലേ? അവൾ ബുക്ക് വായിക്കുകയായിരുന്നു. യെസ്. അപ്പൊ അതിന് മീനിങ് കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലോസിനെ പറയുന്ന പേരാണ് മെയിൻ ക്ലോസ് എന്ന് പറയും. എന്താണ് മെയിൻ ക്ലോസ്? അപ്പൊ നമുക്ക് പറയാം, ഒരു സെന്റൻസിൽ ഒന്നിലധികം ക്ലോസുകൾ ഉണ്ടാവാം, ചിലപ്പോൾ ഒരു ക്ലോസ് ഉണ്ടാവാം. അങ്ങനെയുള്ള ക്ലോസുകളെ രണ്ടായിട്ട് വിഭജിക്കാം. ഒന്നിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്നും മറ്റേതിനെ മെയിൻ ക്ലോസ് എന്നും പറയും. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ അതിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നു. മീനിങ് കംപ്ലീറ്റ് ആയെങ്കിൽ അതിനെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നു. അപ്പൊ എന്താണ് ക്ലോസ് എന്ന് പിടികിട്ടിയല്ല? യെസ്. കൃഷ്ണപ്രിയ. ഓക്കെ, കൃഷ്ണപ്രിയ മനസ്സിലായി. ഇനിയിപ്പോ എന്ത് വിളിച്ചാണോ എന്റെ നേരെ വരാൻ പോകുന്നത് അല്ലെ? യെസ്. കൃഷ്ണപ്രിയ ഒരു സെന്റൻസ് പറഞ്ഞേ. അതിന്റെ അകത്ത് ഒരു മെയിൻ ക്ലോസും വേണം, ഒരു സബോർഡിനേറ്റ് ക്ലോസും വേണം. കൃഷ്ണപ്രിയ സ്വന്തമായിട്ട് സെന്റൻസ് അറിയിക്കട്ടെ. ആലോചിച്ചോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആലോചിച്ചു. When I was there, they are playing. ഒന്നുകൂടി പറ, ക്ലിയർ ആയില്ല. When I was there, they were playing. Okay, when I was there, they were playing. Correct. Very good, very good, very good, very good. Yes. അൻകിത പറഞ്ഞോളൂ. ഒരു മെയിൻ ക്ലോസും വേണം, ഒരു സബോർഡിനേറ്റ് ക്ലോസും വേണം. ചിന്തിക്കട്ടെ. എന്റെ നേരെ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറഞ്ഞ പോലെയാണ് പറയണത്. ഇല്ല സർ, എഴുതുന്നുണ്ടായി സർ. ഒരു എക്സാമ്പിൾ ആയിട്ട് എന്തായാലും വിളിക്കുന്ന ഉറപ്പുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടില്ല, എന്റെ നേരെ വരില്ല എന്നുള്ള കഥ പറഞ്ഞിട്ടില്ലേ?
Okay. Yes. When I When went. വെന്നങ്ങോട്ട് വിടുക, എനിക്ക് ഒക്കെ വെൻ പിടിക്കില്ല, മാറ്റി പിടിക്കും. വേറെയൊക്കെ പിടിക്കും, വേറെ കുറെ വാക്കുണ്ട്. വെൻ വിട്. വെൻ ഇപ്പൊ കൃഷ്ണപ്രിയം പറഞ്ഞു, when I joined the class, sir finished the topic. Oh, Sujita, very good. What When ഉള്ള പകരം ദോ ഉപയോഗിക്കും. ദോ DHOUGH. ഞാൻ നന്നായി പഠിച്ചെങ്കിലും ഞാൻ പാസ്സായില്ല. ഇംഗ്ലീഷ് പറഞ്ഞേ. when thus I read properly, I will pass the exam. Yes. Okay. ചെറിയൊരു കറക്ഷൻ എടുത്ത് വരാം. Though I studied well. ഞാൻ പഠിച്ചു. I studied well. ഞാൻ നന്നായി പഠിച്ചു എങ്കിലും. ഓക്കെ സജന. അപ്പൊ എങ്കിലും though I studied well. ഞാൻ വളരെ നന്നായി പഠിച്ചുവെങ്കിലും I did not pass the examination. എനിക്ക് പരീക്ഷ ജയിക്കാനായിട്ട് പറ്റിയില്ല. I did not pass the examination. After I finished my homework, I watched TV. Okay, Ashmi? Yes. അപ്പൊ നമുക്കത് പറയാം. അപ്പൊ എന്താണ് ക്ലോസ് എന്ന് മനസ്സിലായി, എന്താണ് മെയിൻ ക്ലോസ് എന്ന് മനസ്സിലായി, എന്താണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് മനസ്സിലായി. ഇത് അവിടെ നിൽക്കട്ടെ. ഇത് നമ്മൾ പറയാൻ പോകുന്നത് നൗൺ ഫ്രേസിനെ കുറിച്ചാണ്. നൗൺ ഫ്രേസിനെ കുറിച്ചാണ്. യെസ്. ഇപ്പൊ നൗൺ ഫ്രേസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ എഴുതിയിട്ട് അതിൽ നിന്ന് ആരംഭിക്കാം. യെസ്, എഴുതിക്കോളൂ. They use mobile phones. They use mobile phones. They use mobile phone. Okay. I mean, just now. Jisna N. Yes. Jisna വരുന്നത് വിചാരിക്കാം. അജി കെയം. Yes, sir. ഓക്കെ അജി, ഈ സെന്റൻസ് നമുക്ക് ഒന്ന് നോക്കിയിട്ട് അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കാൻ. യെസ്. അപ്പൊ ഞാൻ അജിനോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, they use mobile phone അല്ലേ? യെസ്. അപ്പൊ ആ ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റ് ആണ് അല്ലെ? സബ്ജക്റ്റ്. അവര്. അപ്പൊ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെർബാണ്. യെസ്. ഓക്കെ. സബ്ജക്റ്റ് ആണ് വെർബാണ്. പ്രവൃത്തി, അവർ ചെയ്ത പ്രവൃത്തി ഉപയോഗിക്കുന്നു. എന്തുപയോഗിക്കുന്നു? യെസ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം, ആദ്യം വന്നിട്ടുള്ള സബ്ജക്റ്റും അതുപോലെ സബ്ജക്റ്റ് അല്ലെ? സബ്ജക്ട്. യെസ്. ഈ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഒരു പേരല്ലേ? അവർ എന്ന് പറയുമ്പോൾ ഒരു പേരല്ലേ? കുറച്ച് ആൾക്കാരെ കൊണ്ടുവരുന്ന ഒരു പേരാണ്. അപ്പൊ അതിനാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ സബ്ജക്റ്റിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ വേറൊരു പേര് കൂടി പറയാം. പേരിനെ കുറിക്കുന്നതിന് നമ്മൾ നൗൺ എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ നമുക്ക് എന്തുകൂടി പറയാം? നൗൺ. നൗൺ എന്നുകൂടി പറയാം. സബ്ജക്റ്റിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ നൗൺ എന്ന പേരിലും നമുക്ക് ഇതിനെ വിളിക്കാം. ഓക്കെ, റെഡി? ഓക്കെ ഓക്കെ. ഐ വിൽ കം ലെറ്റ്. ഞാൻ അത് കഴിഞ്ഞ് വരാം. യെസ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ ഓക്കെ, അതിനെ നമുക്ക് നൗൺ എന്ന് വിളിക്കാം സബ്ജക്റ്റിന്. ഇനി ഞാൻ അടുത്ത ഒരു വാചകം കൂടെ പറയുകയാണ്. ബോയ്സ് പ്ലേ ഫുട്ബോൾ. കുട്ടികൾ ഫുട്ബോള് കളിക്കുന്നു. ബോയ്സ് പ്ലേ ഫുട്ബോൾ. കുട്ടികൾ എന്ത് ചെയ്യാണ്? ഫുട്ബോൾ കളിക്കുക. ബോയ്സ് പ്ലേ ഫുട്ബോൾ. യെസ്. അപ്പോൾ നോക്കിയേ, കുട്ടികൾ അതൊരു പേരാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇത് കളിക്കുന്നു. യെസ്. അപ്പൊ നമുക്ക് പറയാം
ആ കുട്ടികൾ എന്നുള്ളത് നേരത്തെ ദേ എന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെ അകത്ത് എന്താണ്, ഒരു നൗണാണ്, ഒരു പേരാണ്. കുട്ടികൾ, ആൺകുട്ടികൾ. യെസ്. അപ്പോ ആ സബ്ജക്റ്റ് ആയിട്ട് വരുന്നതിനെ നമ്മൾ നൗൺ എന്ന് പറയുന്നു. ഈ നൗണിനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് നൗൺ ഫ്രേസ്. നൗൺ ഫ്രേസ്. അപ്പോ ഈ എഴുതിയിരിക്കുന്ന വാചകത്തില് ആദ്യത്തെ വാചകത്തില് ദേ എന്നുള്ളത് ഒരു നൗൺ ഫ്രേസ് ആണ്. രണ്ടാമത്തെ വാചകത്തില് ബോയ്സ് എന്നുള്ളത് എന്താണ്, നൗൺ ഫ്രേസ് ആണ്. സബ്ജക്റ്റിന്റെ വേറൊരു പേരാണ് നമ്മൾ പറഞ്ഞത് ബോയ്സ്. കുട്ടികൾ കളിക്കുന്നു, ആൺകുട്ടികൾ കളിക്കുന്നു. യെസ്. ഓക്കെ സുജിത, ഒരു സെന്റൻസ് നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് ആദ്യം സബ്ജക്റ്റ് ഉണ്ടാവും, പിന്നെ വെർബ് ഉണ്ടാവും. ആദ്യം വരുന്ന സബ്ജക്റ്റിന് നമുക്ക് വേറൊരു പേര് കൂടി പറയാം. അതിന് പറയുന്ന പേരാണ് നമ്മൾ നൗൺ. ആ സബ്ജക്റ്റിനെ തന്നെ നമുക്ക് ഈ പറയാവുന്ന വേറൊരു പേരാണ് നൗൺ ഫ്രേസ്. നൗൺ ഫ്രേസ്. അപ്പൊ ഫ്രേസ് എന്താണെന്ന് നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ മറന്നുപോയിട്ടുണ്ടാവോ? അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ആദ്യം വന്ന സബ്ജക്റ്റിനെയാണ് നമ്മൾ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടാമത്തെ വാചകം നോക്കി, ബോയ്സ് പ്ലേ ഫുട്ബോൾ. അപ്പൊ ബോയ്സ് എന്നുള്ള സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു. സജ്ജന ആൻഡോ? ഓക്കെ. ഇനി ഞാൻ ആ രണ്ടാമത്തെ സെന്റൻസിന്റെ ബോയ്സിന്റെ മുന്നിൽ ഒരു വാക്ക് ചേർക്കുകയാണ്. TALL. ടോൾ ബോയ്സ് പ്ലേ ഫുട്ബോൾ. ഇനി ഞാൻ സജ്ജനോട് ചോദ്യം ചോദിക്കുകയാണ്, ഇപ്പൊ സബ്ജക്റ്റ് ഏതാണ്? ബോയ്സ്. സജ്ജനക്ക് ശരിയെന്ന് തോന്നുന്ന അഭിപ്രായം പറഞ്ഞു. ഞാൻ പറഞ്ഞ മുഴുവൻ കേട്ടില്ല. ആദ്യം പറഞ്ഞു ബോയ്സ് പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞു, ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു പറഞ്ഞു. അപ്പൊ അതിനകത്ത് ബോയ്സ് അവരാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു, കാരണം അവരാണ് കളിക്കുന്നത്. ആദ്യം അവരുടെ ഞാനൊരു ടോളും കൂടി ചേർത്തു. ടോൾ ബോയ്സ്. പറ്റൂലേ? ഇല്ല, അതാണ് വെരി ഗുഡ്. മെയിൻ സബ്ജക്റ്റ് അല്ലേ? അപ്പൊ ബോയ്സ് ആണ് സബ്ജക്റ്റ്. ആ ബോയ്സ് എന്നുള്ളതിനെ നമ്മൾ വിശേഷിപ്പിച്ച് പറഞ്ഞേക്കുന്നത് എങ്ങനെയുള്ള കുട്ടിയാണ്? ടോൾ ബോയ്സ്. അപ്പൊ നമുക്ക് ഇവിടെ പറയാം, ഇതിന്റെ അകത്ത് നൗൺ ഫ്രേസ് എന്ന് പറയുമ്പോൾ എന്താണ്? ടോൾ ബോയ്സ് ആണ്. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു തെറ്റിദ്ധാരണ വരും. ഒരു സെന്റൻസിലെ ആദ്യം വരുന്ന വാചകമാണ് വേർഡായിരിക്കും നൗൺ ഫ്രേസ്. അങ്ങനെ വരണമെന്നില്ല. അങ്ങനെയും വരാം, പക്ഷെ അങ്ങനെ വരണമെന്നില്ല. ചിലപ്പോൾ 2 or 3 വാക്കുകൾ വരുമ്പോഴായിരിക്കാം അതിന്റെ സബ്ജക്റ്റ് റെഡിയാവുന്നത്. അല്ല, പൊക്കമുള്ള ആൺകുട്ടികൾ, അതാണ് സബ്ജക്റ്റ്. അവരെന്ത് ചെയ്യുന്നു? ഫുട്ബോൾ കളിക്കുന്നു. ഓക്കെ. അപ്പൊ ഇവിടുത്തെ നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? യെസ്, ടോൾ ബോയ്സ് ആണ്. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോ ഒരു സെന്റൻസ് അങ്ങനെ പറയും. എന്നിട്ട് പറയും നൗൺ ഫ്രേസ് ഓഫ് ദ സെന്റൻസ്, ഗിവൺ സെന്റൻസ്. ആ തന്നിരിക്കുന്ന വാചകത്തിലെ നൗൺ ഫ്രേസ് ഏതാണ്? 3 ആൻസർ അടിയിൽ കൊടുക്കുന്നുണ്ടാവും. അതിലൊരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ. നമുക്കൊരു അടുത്ത വേറെ എക്സാമ്പിളിലേക്ക് പറയാം. ഓക്കെ, ഇവിടെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. യെസ്, നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലേക്ക് വരാം. ഓക്കെ, സജ്ജന കഴിഞ്ഞ് കഴിഞ്ഞാൽ താൻസി. യെസ്. സുജിത. സമീറ. ഒരു ഡൗട്ട് ചോദിക്കട്ടെ? അവിടെ ടോൾ എന്ന് വരുന്നതല്ലേ ഫസ്റ്റ് വരുന്ന? ബോയ്സ് ടോൾ രണ്ടാമത് വരാതെ ടോൾ ബോയ്സ് എന്നല്ലേ വരിക? ടോൾ ബോയ്സ്, പൊക്കമുള്ള കുട്ടികൾ. ആ ബോയ്സിനൊക്കെ എങ്ങനെയുള്ള കുട്ടികൾ? പൊക്കമുള്ള കുട്ടികൾ, അവരാണ് സബ്ജക്റ്റ്. യെസ്. അടുത്ത് വരുമ്പോ ഒന്നുകൂടി ക്ലിയർ ആവും. ഞാനിപ്പോ അടുത്ത എക്സാമ്പിൾ പറയുമ്പോൾ അതിന്റെ അകത്ത് ഒന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ സജ്ജന, എന്നിട്ട് സംശയം ചോദിച്ചോളൂ. അപ്പൊ ആരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്? സമീറാണോ വന്നേ? അതെ. ഓക്കെ സമീറ. അപ്പൊ സമീറ, ഞാനൊരു വാചകം പറയുന്നു. സമീറയുടെ കണ്ണുകൾ മനോഹരമായതുകൊണ്ട് ഞാനിവിടെ ഒരു വാചകം എഴുതുകയാണ്. EYIS. ഐസ് ആർ
ബ്യൂട്ടിഫുൾ. Eyes ആർ ബ്യൂട്ടിഫുൾ. very beautiful. ഐസ് ആർ ബ്യൂട്ടിഫുൾ. കണ്ണുകൾ മനോഹരമാണ്. ഓക്കെ. അപ്പൊ ഞാൻ സമീറിനോട് ചോദിക്കുകയാണ്, ഇവിടുത്തെ നൗൺ ഫ്രേസ് ഏതാണ്? ഈ സെന്റൻസിന് നൗൺ ഫ്രേസ് എന്ന് പറയാവുന്ന, അതിന് സബ്ജക്റ്റ് എന്ന് പറയാവുന്ന സംഗതി ഏതാണ്? നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാലും സബ്ജക്റ്റ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. Eyes ഐസ് are ആറില്ല. eyes ഐസ് ഐസ് കണ്ണുകൾ. ആർ ആകുന്നു. യെസ്. എന്താകുന്നു? സുന്ദരമാകുന്നു. ഓക്കെ. കണ്ണുകൾ, അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഓക്കെ. ആർന്ന് പറഞ്ഞ വെർബാണ്. എങ്ങനെ അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാലേ, വെർബിന് എപ്പോഴും 3 കാലങ്ങൾ പറയാൻ പറ്റും. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഓക്കെ. ആകുന്നു, ആയിരുന്നു, ആയിരിക്കും. ഓടുന്നു, ഓടി, ഓടും. ചാടുന്നു, ചാടി, ചാടും. ഉറങ്ങുന്നു, ഉറങ്ങി, ഉറങ്ങും. വായിക്കുന്നു, വായിച്ചു, വായിക്കും. 3 കാലങ്ങൾ അങ്ങനെ പറയാൻ പറ്റും വെർബിന്. അപ്പൊ ആറെന്നുള്ള വെർബാണ്, കാരണം അതിന് 3 കാലങ്ങൾ പറയാം. ആറാകുന്നു, ആയിരുന്നു, ആയിരിക്കും. ഐസ് എന്നുള്ളതിന് 3 കാലങ്ങൾ അങ്ങനെ പറയാൻ പറ്റുമോ സമീറ? ഐസ് കണ്ണുകൾ, കണ്ണും മൂക്കും ചെവി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇല്ല. അപ്പൊ ഒരു പേരാണത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം ഐസ് എന്നുള്ളത് ഇവിടെ എന്താണ്? നൗൺ ഫ്രേസ് ആണ്, അല്ലെങ്കിൽ സബ്ജക്റ്റ് ആണ് പറയാം. ഓക്കെ. അപ്പൊ സമീറ പോലെ ഞാൻ ഈ ഐസ് എന്നുള്ളതിന്റെ മുന്നില് ഒരു വേർഡും കൂടി ചേർക്കുന്നു. BLUE, ബ്ലൂ. Blue. Blue eyes are beautiful. അപ്പൊ ഇവിടെ നോൺ ഫ്രൈസ് ബ്ലൂ ഐസ്. ശരിക്കും ആലോചിക്കൂ. ശരിക്കും ആലോചിക്കൂ. ഇപ്പോൾ ഉള്ള സെന്റൻസിന്റെ നോൺ ഫ്രേസ് ഏതാണ്? ബ്ലൂ ഐസ്. ബ്ലൂ ഐസ്. യെസ്, ബ്ലൂ ഐ. കറക്റ്റ് ആണ്. ബ്ലൂ ഐസ്. അതിന് സംശയമില്ല. ഇല്ല. നീല കണ്ണുകൾ മനോഹരമാണ്. യെസ്. അപ്പോ ബ്ലൂ ഐസ് എന്നുള്ളതാണ് ഇവിടെ നൗൺ ഫ്രേസ്, കാരണം അതാണ് സബ്ജക്റ്റ്, ബ്ലൂ ഐസ്. ഓക്കെ. ഞാൻ എന്ത് ചെയ്യുന്നു? ആ ബ്ലൂ എന്ന് പറയുന്ന വേർഡിന്റെ മുന്നില് ഒരു വാക്ക് കൂടി ചേർക്കുകയാണ്. LARGE. ലാർജ് ബ്ലൂ ഐസ് ആർ ബ്യൂട്ടിഫുൾ. ഇനി ഞാൻ സമീറിനോട് ചോദിക്കുകയാണ്, ഇപ്പോഴത്തെ നൗൺ ഫ്രേസ് ഏതൊക്കെയാണ്? ലാർജ് ബ്ലൂ ഐസ്. വെരി ഗുഡ്. ലാർജ് ബ്ലൂ ഐസ്. അപ്പൊ ഒരു നൗൺ ഫ്രേസ് എന്ന് പറയുമ്പോൾ ഒരു വാക്കാകണമെന്നില്ല, 2 വാക്കാകണമെന്നില്ല, 3 വാക്കോ അതിൽ കൂടുതലോ വരാം. പക്ഷെ അത് ആദ്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വാക്ക് വെച്ച് പറഞ്ഞത്. സബ്ജക്റ്റിന് തന്നെയാണ് നൗൺ എന്ന് പറയുന്നത്, അതിനെ തന്നെയാണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ എന്താണോ സബ്ജക്റ്റ് അത് നിങ്ങളൊന്ന് നോക്കണം, വായിച്ചു നോക്കണം. ലാർജ് ബ്ലൂ ഐസ്. അപ്പൊ നിങ്ങൾ ആദ്യം ലാർജ് മാത്രമാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ലാർജ് ബ്ലൂ ഐസ്, മനോഹരമായ വലിയ നീലക്കണ്ണുകൾ. നീലക്കണ്ണുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പൂച്ചക്കണ്ണിന്റെ മലയാളം നിന്നാണ് സമീറ. യെസ്, പൂച്ചക്കണ്ണിന്റെ മലയാളം. ഓക്കെ, ശരിയാണ്. ഞാനേ എപ്പോഴെങ്കിലും നിങ്ങൾ നേഴ്സറി ടീച്ചറൊക്കെ ആവുമ്പോൾ പിള്ളേരെ ഒന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് മൂടി പിടിപ്പിക്കാൻ വേണ്ടി പറയാം. ഗജമുഖ വാഹന ഋതുനയനം, അതാണ് പൂച്ചക്കണ്ണ്. ഗജമുഖ വാഹന ഋതുനയനം. ഗജം എന്ന് പറഞ്ഞാൽ എന്താണ്? ആന. മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം. അപ്പൊ ഗജമുഖം ആനയുടെ മുഖത്തോടു കൂടിയത്. അതാരാണ്? ഗണപതി. ഗജമുഖ വാഹന, ആനയുടെ മുഖത്തോടു കൂടിയ ഗണപതിയുടെ വാഹനം ഏതാണ്? ഗണപതിയുടെ വാഹനം എലി. എലി. എലിയാണ്. ഓക്കെ വിസ്മയ, എലി. രിപു. രിപു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു. എലിയുടെ ശത്രു ആരാണ്? കാറ്റ്. കാറ്റ്. നയനം, കണ്ണ്. കണ്ണ്. അത് കറക്റ്റ് അല്ലേ? ഗജമുഖ വാഹന രിപു നയനം. യെസ്.
അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. പിള്ളേരൊക്കെ പിന്നെ ഒട്ടും ഉപയോഗിക്കുന്ന സമയത്ത്. ഓക്കെ, യെസ്. അപ്പൊ അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോ പറഞ്ഞു വന്നത് ഒരു സെന്റൻസിൽ ആദ്യം വന്ന വാക്ക് തന്നെ അതിന്റെ നൗൺ ഫ്രേസ് ആവണമെന്നില്ല. അതിന്റെ അരികത്തോട് കൂടി സബ്ജക്റ്റ് വിഷയം നോക്കാം. ഓക്കെ, ലാർജ് ബ്ലൂ ഐസ്, അതിവിടെ എന്താണ്? അതാണ് നൗൺ ഫ്രേസ്. ഇനി ഞാനൊരു സെന്റൻസ് പറയാം, അതിന്റെ നൗൺ ഫ്രേസ് ആലോചിച്ച് പറയണം. ആര് പറയണം? യൂനിസ് വി എ. യൂനിസ്? ഓക്കെ, റെഡി. അപ്പൊ സെന്റൻസ് എഴുതിക്കോ കേട്ടോ. എഴുതിക്കോ. The secret of her success. The secret of her success is hard work. HARD, hard, WORK, work. ഓക്കെ, ഇത്രയുള്ള വാചകം ബ്രാക്കറ്റിൽ എത്തിക്കോ. ഫൈൻഡ് ഔട്ട് നൗൺ ഫ്രേസ്. നൗൺ ഫ്രേസ് എന്നുള്ളതിന് ഒരു പ്രാവശ്യം നൗൺ ഫ്രേസ് പിന്നെയൊക്കെ NP എന്നിട്ടാണ് മതി. NP, നൗൺ ഫ്രേസ്. ഓക്കെ, അപ്പൊ യൂണിറ്റ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ അർത്ഥം എന്ന് പറയാം. ദ സീക്രട്ട് ഓഫ് ഹെർ സക്സസ്, അവളുടെ വിജയത്തിന്റെ രഹസ്യം, ഈസ് ഹാർഡ് വർക്ക്, കഠിനാധ്വാനമാണ്. ഇനിയാണ് ഞാൻ ഓരോരുത്തരും നിങ്ങൾ മനസ്സിൽ നൗൺ ഫ്രേസ് കണ്ടുപിടിച്ച് വെക്കാം. യൂണിറ്റ്സിനോട് ചോദിക്കുമ്പോൾ ഓള് പറയട്ടെ, ഞാനൊക്കെ കുഴപ്പമില്ല, എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് തെറ്റിയോ എന്ന് നിങ്ങൾ സ്വയം നിങ്ങൾ ചോദിക്കാം. സംശയം വരുമ്പോൾ ചോദിക്കാം. അതര ഗെറ്റ് റെഡി. ഓക്കെ, യൂണിറ്റ്സ് പറഞ്ഞോളൂ. എന്തോ? ഹെർ സക്സസ്. അവിടെ നിൽക്കട്ടെ. അഭിരാമി കേട്ടി? അഭിരാമിക്ക് തോന്നുന്നു യൂണിസ് പറയുന്നു ഹെയർ സക്സസ്. The secret of her success. The secret of her success. അഭിരാമി, വെരി ഗുഡ്, കറക്റ്റ് കേട്ടോ. ഓക്കെ, അവിടെ ദ സീക്രട്ട് ഓഫ് എന്നുള്ളത് ഇല്ലാന്ന് വിചാരിക്കും. അത്ര നമ്മൾ അന്ന് അടച്ചു വെക്കും. ഓക്കെ, ഹെയർ സക്സസ് ഈസ് ഹാർഡ് വർക്ക്, അത്ര ഉള്ളു ചോദിക്കുക. അവളുടെ വിജയം ഹാർഡ് വർക്കാണ്. യെസ്, ആ ഹെയർ സക്സസിനെ ഒന്നുകൂടി ഒന്ന് പൊലിപ്പിച്ചേക്കണം. എങ്ങനെയുള്ള വിജയം? അവളുടെ വിജയത്തിന്റെ രഹസ്യം ഹാർഡ് വർക്കാണ്. അപ്പോ അഭിരാമി പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ദ സീക്രട്ട് ഓഫ് ഹെർ സക്സസ്, അവളുടെ വിജയ രഹസ്യം. അല്ല, അതാണ് സബ്ജക്റ്റ്. അത്രയും എന്താണ്? നൗൺ ഫ്രേസ് ആണ്. അപ്പൊ യൂണിസിന് ചെറിയൊരു സംശയം തോന്നി, അത്രയും വരുമോ എന്ന്, അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അതിനെ പിടികിട്ടിയോ? മനസ്സിലായി. ഓക്കെ ഓക്കെ, അടുത്ത സെന്റൻസ് പറയാം. നൂറിഷ. നൂറിഷ, അടുത്ത വാചകം നൂറിഷക്കുള്ളതാണ്. കേട്ടോളൂ, എഴുതിക്കോളൂ. റീഡിംഗ് ബുക്ക്, READING. റീഡിംഗ് ബുക്ക് നൂറിഷ ഇപ്പൊ മനസ്സിൽ പറയണ്ടാവും. ദൈവമേ, എളുപ്പമുള്ളത് കിട്ടണേ. റീഡിംഗ് ഈസ് reading book, sorry, reading book is a good quality. A good quality. Yes. Sir, first name answer the secret of our success. Okay. അപ്പൊ കഴിഞ്ഞു നൂറിഷ. നൂറിഷന്റെ നൗൺ ഫ്രേസ് പറയാം. ആലോചിച്ചു. ഓരോരുത്തരും ആലോചിച്ചു. അതൊക്കെ നിങ്ങൾ പിന്നെ ആലോചിക്കാൻ സമയം തന്നില്ല എന്ന് പറഞ്ഞ് അതിന് പരാതി പറയും. ഞാൻ പറഞ്ഞാലും മര്യാദ സാറ് ആലോചിക്കാൻ, ചിന്തിക്കാൻ നേരം തന്നെ. റീഡിംഗ് ബുക്ക് ഈസ് എ ഗുഡ് ക്വാളിറ്റി. റീഡിംഗ് ബുക്ക് ഈസ് അല്ലേ? അവിടെ വരെയില്ല അല്ലേ? യെസ്, അവിടെ നിൽക്കട്ടെ. ഷെഫീന.
പറഞ്ഞോളൂ. ഷെഫീനൊക്കെ എന്ത് തോന്നുന്നു? ആഷ്മി? Good quality. Good quality. ഗുഡ് ക്വാളിറ്റി. യെസ്. ലാഹൻ എന്ത് തോന്നുന്നു? റീഡിംഗ് ബുക്ക്. റീഡിംഗ്, പുസ്തകം വായിക്കുന്നത്, അതാണ് സബ്ജക്ട്. റീഡിംഗ് ബുക്ക്. നൂറിഷ അതിൻ്റെ അകത്തൊരു ഈസി ആയിരുന്നു. ഈസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈസ് ആകുന്നു, ആയിരുന്നു, ആയിരിക്കും, മൂന്നടുത്തിരിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടൊന്നും അതിൻ്റെ അകത്ത് മുട്ടിക്കരുത്. യെസ്, ഈസുകാരൻ വെർബാണ്. അപ്പൊ റീഡിംഗ് ബുക്ക്, ബുക്ക് വായിക്കുന്നത്, അതാണ് സബ്ജക്റ്റ്. അതെങ്ങനെയാണ്? നല്ല ക്വാളിറ്റിയാണ്. ഇറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി. യെസ്, റീഡിംഗ് ബുക്ക് ഇറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ടെക്നിക്ക് എളുപ്പമുണ്ട്. അത് ആർക്കെങ്കിലും പിടികിട്ടിയോ? ഞാൻ മിണ്ടാണ്ടിരുന്നതാണ്. ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കുക, ഇത്രയൊക്കെ ചിന്തിക്കാതെ ഇതിന് വേറെ രൂപത്തിൽ കണ്ടുപിടിക്കാൻ പറ്റിയ സാധനങ്ങൾക്ക് കിടപ്പുണ്ട്. ഒരു സൂത്രപ്പണിയിൽ അത് കിടപ്പുണ്ട്. എപ്പോഴും അത് പഠിച്ചില്ലെങ്കിലും ഓൾമോസ്റ്റ് ഫസ്റ്റ് വേർഡ്. അത് കൂടാതെ ആഷ്മി വേറൊരു സാധനം കൂടി കിടപ്പുണ്ട്. ആഷ്മിക്ക് പറ്റും. verb sir. യെസ്, കറക്റ്റാണ് പറഞ്ഞത്. വാചകത്തില് ഈസ് ആ മാറക്കണെങ്കിൽ അവിടെ അതിന് തൊട്ട് മുമ്പ് വരെ ആയിരിക്കും എന്ത് വന്ന് നിൽക്കുന്നത്? സബ്ജക്റ്റ് വന്ന് നിൽക്കുന്നത്. അത് കറക്റ്റാണ്. ഞാൻ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടായിട്ടത്. ഞാൻ ആദ്യം പറഞ്ഞാല് ഈസ് ആ മാറക്കുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പ് വരെ എന്തായിരിക്കും? സബ്ജക്റ്റ് ആയിരിക്കും. നിങ്ങൾ കഴിഞ്ഞു പോയ എല്ലാ വാചകം എടുത്തു നോക്കി. ആദ്യം നമ്മൾ പറഞ്ഞു ദ സീക്രറ്റ് ഓഫ് ഹെർ സക്സസ് ഈസ്, അല്ല, ഈസിന് തൊട്ട് മുമ്പ് വരെയുള്ളതൊക്കെ നൗൺ ഫ്രേസ് ആയി. പിന്നെ റീഡിംഗ് ബുക്ക് ഈസ്, ആ ഈസിന് തൊട്ട് മുമ്പ് വരെയുള്ളതൊക്കെ എന്തായി? നൗൺ ഫ്രേസ് ആയി. അങ്ങനെ സംഗതി നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണെങ്കിലാണ് അതിൻ്റെ അകത്ത് ഈസോ ആമോ ആറോ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ കേട്ടോ. അതില്ലാതെ ഉള്ള വാക്കാണെങ്കിൽ വെർബ് നോക്കണം. വെർബ് മുതലുള്ളത് തൊട്ട് മുമ്പുള്ളതൊക്കെ എന്തായിരിക്കും? അത് നൗൺ ഫ്രേസ് ആയിരിക്കും. യെസ്, അടുത്തത് ഓൾ ദ, അടുത്തതായിരിക്കാണ് ഷീനല്ല പറഞ്ഞ, ലാഹൻ പറഞ്ഞല്ലേ. സബന, സബന സാദിഖ്. ഓക്കെ, സബനക്കാണ് അടുത്ത ചാൻസ്. യെസ്, നല്ല എളുപ്പമുള്ള വാചകമാണ്. എഴുതിക്കോ. ഓൾ ദ ബോയ്സ് ഇൻ ദ ക്ലാസ്, ഓൾ ദ ബോയ്സ്. ഓക്കെ ഷഹാന, ഓൾ ദ ബോയ്സ് ഇൻ ദ ക്ലാസ് all the boys in the class went, W-E-N-T, went to playground. All the boys in the class went to playground. ഇതില് ഓൾ ബോയ്സ് ഇൻ ദി ക്ലാസ് വരെ വരില്ലേ സർ? ഡൗട്ടാണ്. ഓൾ ദി ബോയ്സ് എന്നുള്ളതാണ് ഇന്നിന്റെ മുന്നാണ് വെച്ചെങ്കിൽ ഓൾ ദി ബോയ്സ് നൗൺ ഫ്രേസ് ആണ്. പക്ഷെ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും പ്ലേ ഗ്രൗണ്ടിലേക്ക് പോയി എന്ന് പറയുമ്പോൾ, അപ്പൊ തന്നിരിക്കുന്ന ഈ സെന്റൻസിന്റെ അടിയിൽ ഫൈൻഡ് ദി നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞിട്ട് ഓൾ ദ ബോയ്സ് എന്ന് പറഞ്ഞ ചോയ്സ് ഉണ്ട്, ഓൾ ദ ബോയ്സ് ഇൻ ദ ക്ലാസ് എന്നും പറഞ്ഞിട്ട് ചോയ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഏത് എഴുതും സാർ? പരീക്ഷയാണ്. ഇൻ ദി ക്ലാസ് അവിടെ വരെ എഴുതും. യെസ്. വിസ്മയ വീട്ടി, സബനക്ക് ഒരു സംശയമുള്ള. യെസ്, സഭയുടെ അഭിപ്രായത്തോട് യോജിച്ചു അല്ലേ? യോജിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ നോക്കുമ്പോ നോക്കി, നേരത്തെ ഇവിടെ ഒരാൾ പറഞ്ഞു പോയി ഇതിനകത്ത് ഈ സാമാറൊന്നുമില്ല
അല്ലെ? ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നോക്കാമായിരുന്നു. ഈ സാമാറില്ലെങ്കിൽ പകരം വേറൊരു വെർബിനകത്ത് കിടപ്പുണ്ട്. ഏതാണ് കിടക്കുന്നത്? അങ്ങനെ പറയാമോ? വെന്റ്. കറക്റ്റ് വെർബ് അവിടെ കിടക്കുകയാണ്. ആ പോയി എന്നുള്ളൊരു 3 കാലം നമുക്ക് പറയാം. ഏത്? പോകും, പോകുന്നു, അല്ലെ? Go, went, gone. അപ്പൊ നമുക്ക് പറയാം. അപ്പൊ ഈ സാമാറി ഇല്ലെങ്കിൽ അവിടെ വേറൊരു സംഗതി കിടപ്പിട്ട് മെയിൻ വെർബ്. അവിടം വരെ എന്തായിരിക്കും? നൗൺ ഫ്രേസ് ആയിരിക്കും. പിന്നെ അത് എന്ത് വരും? All the boys in the class. All the boys in the class, noun phrase. Okay, very good, very good. അടുത്തത് നെക്സ്റ്റ് ആർക്ക് വേണ്ടത്? ഷഹാന. ഷഹാന. യെസ് സർ. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് ടെക്നിക്ക് പിടികിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ മിണ്ടായിരുന്നാൽ മതിയായിരുന്നു. The book on the table is yours. Okay, ഷഹാനക്കാണ് ചാൻസ്. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. Sir, last answer table is yours. YOURS. നിന്റേത്. മേശപ്പുറത്ത് കിടക്കുന്ന പുസ്തകം നിന്റേതാകും. The book on the table. ഏത് ടെക്നിക്കാ ഉപയോഗിച്ചത്? ഈസിന്റെ മുന്നുള്ള. ഓക്കെ, വെരി ഗുഡ്. അത് മിണ്ടണ്ടായിരുന്നു ഞാനത്. കുറച്ച് സമയം കൂടി പിന്നീട് കണ്ടാക്കുമ്പോൾ ഈസും പാസൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. The book on the table. കേട്ടോ? വെരി ഗുഡ്. യെസ്. എപ്പോഴായാലും നിങ്ങളത് അറിയും. പിന്നെ അത് കുഴപ്പമില്ല. യെസ്, അത് പിന്നെ നേരത്തെ അറിഞ്ഞു എന്നുള്ളൂ. യെസ്, ഓക്കെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ ടെക്നിക്ക് കണ്ടുപിടിച്ചു സാർ. സാറ് പറയുന്നതിന് മുന്നേ ടെക്നിക്ക് ഞാൻ കണ്ടുപിടിച്ചിരുന്നു. അതെ, ഒരു മിണ്ടായിരുന്നാണ്. യെസ്, ഞാൻ പറഞ്ഞപ്പോ അവിടെ ആരോ പറഞ്ഞു. യെസ്, വെരി ഗുഡ്. ഓക്കെ. നിങ്ങൾ നല്ല ബുദ്ധിയുള്ള കുട്ടികളല്ലേ? ഇപ്പൊ ചില കള്ളന്മാരെയൊക്കെ പിടിച്ചു കഴിയുമ്പോ അവരോട് പോലീസുകാർ ചോദിക്കും, ഇങ്ങനെ മോഷ്ടിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ഐഡിയ കിട്ടിയെന്ന് ചോദിക്കും. അപ്പൊ അവര് പറയും, ഇന്ന സിനിമ കണ്ടപ്പോ അതിൻ്റെ അകത്തു നിന്നാണ് ഞങ്ങൾക്ക് ഐഡിയ കിട്ടിയത്. ചില ആൾക്കാർ പറയുന്നുണ്ട്, ജാക്കി ചാന്റെ ഇന്ന സിനിമ കണ്ടപ്പോ അതിൽ നിന്നാണ് ഞങ്ങൾക്ക് എന്ത് കിട്ടിയത്? ഇങ്ങനെ മോഷ്ടിക്കാനുള്ള ഒരു ഐഡിയ ഞങ്ങൾക്ക് കിട്ടിയത് എന്ന് പറയാറുണ്ട്. ഇത് പറഞ്ഞ പോലെ നിങ്ങൾ വളരെ ബുദ്ധിയുള്ള കുട്ടികളാണ്. ഒന്നിട്ട് തന്നാൽ മതി, ബാക്കി നിങ്ങൾ റെഡിയാക്കി എടുത്തോളൂ. യെസ്, ഓക്കെ. വെരി ഗുഡ്. ഓക്കെ, അങ്ങനെ കണ്ടുപിടിക്കണം. അതാണ് ഇന്നോവേഷൻ ആൻഡ് ഇൻവെൻഷൻ എന്ന് പറയുന്നത്. കണ്ടുപിടുത്തം അല്ലേ? ഇൻവെൻഷൻ, നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. കണ്ടുപിടുത്തത്തിന്റെ അമ്മ എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അത്യാവശ്യം വരുമ്പോൾ കണ്ടുപിടിക്കും. യെസ്, നിങ്ങൾക്ക് ഇപ്പൊ ഇത് തന്നെ എടുക്കുക. ഇപ്പൊ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ, +2 പഠിച്ചപ്പോ മര്യാദക്ക് പഠിച്ച, SSLCക്ക് പഠിച്ചപ്പോ മര്യാദക്ക് പഠിച്ചോ? 9 പഠിച്ചപ്പോ മര്യാദക്ക് പഠിച്ച? ഇല്ല. അപ്പൊ അന്ന് എന്ത് ചെയ്ത്? ഇതൊക്കെ മതിയെന്നേ എന്ന് പറഞ്ഞു നടന്നു അല്ലേ? അപ്പൊ അവിടെ വെച്ച് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആവശ്യം വരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾക്ക് എന്തായി? ഒരു അത്യാവശ്യവും. ആവശ്യം എന്നുള്ളത് മാറി അത്യാവശ്യമാണ്. കാരണം ഇനി ഇവിടെ നിന്ന് ഇതെങ്കിലും നമുക്ക് അവസാന വണ്ടിക്ക് വന്നു നിൽക്കുകയാണ്. ഇതെങ്കിലും നമുക്ക് പിടിച്ചു കയറിയെങ്കിലും നമുക്ക് രക്ഷപ്പെടാനൊരു ചാൻസ് ഉണ്ട്. നമുക്കൊരു ഫിനാൻഷ്യലി സപ്പോർട്ട് ഉണ്ടായാലേ രക്ഷയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കയറിയേ തീരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? പഠിക്കും. കാരണം എന്താണ്? ഇത് നിങ്ങൾക്ക് ആവശ്യമല്ല, ഇത് നിങ്ങൾക്ക് എന്താണ്? അത്യാവശ്യമാണ്. യെസ്, റൈറ്റ്. ഓക്കെ, സാറിനെ പറയുന്നു. സാറ് പറഞ്ഞത് കറക്റ്റ് ആണ്. അതെനിക്ക് നമുക്ക് മനസ്സിലാവുന്നത്. യെസ്, ഓക്കെ. യെസ്, കാരണം നമ്മൾ ജീവിതത്തിൽ പല ആളുകളെ കാണുന്നില്ല. അപ്പൊ അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ, പക്ഷെ ഞാൻ പറയട്ടെ, ഒരു വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നു, രക്ഷപ്പെടാനായിട്ടുള്ള ചാൻസ് എല്ലാവർക്കും ചെയ്യുന്നത് ഒരു ചാൻസ് എങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി കൊണ്ടു തരാറുണ്ട്. അപ്പൊ ആ സമയത്ത് ആ ചാൻസ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ചാൻസ് നമ്മൾ ആര് വേണമെങ്കിൽ നമ്മൾ നോക്കിക്കും.
എല്ലാവർക്കും ഒരു ചാൻസെങ്കിലും കിട്ടിയിട്ടുണ്ട് രക്ഷപ്പെടാനായിട്ടൊരു ചാൻസ്. പല ആൾക്കാരും പിന്നീട് പറയേണ്ടത് അത് അന്ന് ആ മറ്റേ സംഭവം അത് തുടർന്നിട്ട് പോയില്ലെങ്കിൽ ഞാനിപ്പോ വേറെ ലെവലായിരുന്നു. യെസ്, അല്ലെങ്കിൽ ഇതും അത് കടിച്ചു തോന്നാതെ അന്ന് മറ്റൊരു ചാൻസ് കൊടുത്ത് ഞാൻ അത് ചെയ്താൽ മതിയായിരുന്നു. അത് എനിക്കൊരു ചാൻസ് ആയിട്ട് വരില്ല. അന്ന് ഞാനത് എന്റെ മണ്ടത്തരത്തിൽ ഞാനത് ചെയ്തില്ല, അത് ഞാൻ ഫോളോ ചെയ്തില്ല എന്ന് പറയാം. അപ്പം ഡോണ്ട് വറി, യു വിൽ ഗെറ്റ് എ ചാൻസ്. നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ടാവും. ഈ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കാം. എല്ലാത്തിനും ഒരു സമയമുണ്ട്. നിങ്ങൾ എക്സാമ്പിൾ മനസ്സിലാക്കുക. കോഴി നട വെച്ചിട്ട് മുട്ട വെച്ചിട്ട് നമ്മൾ വിരിയിക്കാൻ വെച്ചേക്കുന്നു. ആ മുട്ട വിരിയാനായിട്ട് വേണ്ടി വരുന്ന ദിവസം നമുക്കറിയാം, 30 ദിവസം. എക്സാമ്പിളാണ്. ആ 30 ദിവസം കഴിഞ്ഞിട്ടും മുട്ട വിരിഞ്ഞില്ല എങ്കിൽ വീണ്ടും നമ്മൾ കാത്തിരിക്കുന്നതിന് അർത്ഥമില്ല. അപ്പൊ ക്ഷമ എന്ന് പറയുന്നത് ജീവിത അവസാനം വരെ ഇതിനോട് കാത്തിരിക്കാന്നല്ല. ഇതിന്റെ ഇടക്ക് നമുക്കറിയാം അതിന് വേണ്ടുന്ന അവസരം ടൈം ഇന്നതാണ്, അത്രയും സമയമേ നമ്മൾ അതിനോട് വെയിറ്റ് ചെയ്യാവൂ. 30 ദിവസം കഴിഞ്ഞിട്ടും കോഴിയുടെ കുഞ്ഞ് ഉണ്ടാവുന്നില്ല എങ്കിൽ സംതിങ് അതർ പ്രോബ്ലം. പിന്നെ ഓക്കെ, സമരം കഴിഞ്ഞ് 30 അല്ല 21. ഓക്കെ, ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് സമരം. യെസ്, ഓക്കെ, 21. ആ 21 ദിവസം കഴിഞ്ഞിട്ടും കുഞ്ഞ് പിരിഞ്ഞില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചിന്തിക്കുന്നത് സം അതർ പ്രോബ്ലം. അല്ലാതെ ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ബലം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാത്തുനിന്ന കാര്യമുണ്ടോ? യെസ്, അപ്പൊ ക്ഷമിച്ചിരിക്കണം, വെയിറ്റ് ചെയ്യണം. പക്ഷെ ആ വെയിറ്റ് ചെയ്യുന്നതിന് ഒരു പരിധിയില്ല. അതിന്റെ കാര്യം നടക്കാൻ വേണ്ടി എത്ര സമയം വേണ്ടത് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, യെസ്, ഓക്കെ. 2 കാര്യങ്ങൾ പറയുന്നു. അതായത് ഇതാണ്, ഡോണ്ട് ചേസ് ദ മണി. പണത്തിന്റെ പുറകെ പോകണ്ട. യു ഫോളോ യുവർ ഡ്രീം. നിങ്ങളുടെ സ്വപ്നത്തിന്റെ പുറകെ പോകും. സ്വപ്നത്തിന്റെ പുറകെ പോയിട്ട് അതങ്ങോട്ട് സാക്ഷാത്കരിക്കുമ്പോൾ പണം പുറകെ ഇങ്ങോട്ട് വരും. യെസ്, അപ്പൊ അതിന്റെ ബാക്കിൽ പണം വരും, പേര് വരും, പ്രശസ്തി വരും, ഇതെല്ലാം വരും. അതാണ് ചേസ് അവർ ഡ്രീം. നമ്മളൊരു അംബിഷൻ വെച്ചിട്ട് അതിന്റെ പുറകെ അങ്ങനെ പോകും. അപ്പൊ ബാക്കിയുള്ളതൊക്കെ പുറകെ വരും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പൈസ വരും, പ്രശസ്തി വരും, പേര്, ഇതൊക്കെ എന്റെ ബാക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. യെസ്, യു ക്യാൻ ഡു 2 things in a day. 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യാം. ഐദർ യു ക്യാൻ സ്ലീപ് വിത്ത് യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുക. ഓർ യു ക്യാൻ ചേസ് യുവർ ഡ്രീംസ്. ചോയ്സ് ഈസ് യുവേഴ്സ്. സ്വപ്നങ്ങളെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ല. ചേസ് ദ ഡ്രീംസ്. യെസ്, അപ്പൊ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നതാണ്. ഞാനിത് മുഴുവൻ പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം മൈ ഓൺ ലൈഫ്. എന്റെ ജീവിതത്തിൽ നിന്നാണ് ഞാനിത് മുഴുവൻ പറയുന്നത്. യെസ്, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ പോലെയൊക്കെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നൊരു കാലത്ത് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ അത് കഠിനമായിട്ടൊക്കെ ബുദ്ധിമുട്ടി കഷ്ടപ്പെടൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് അതിന് റിസൾട്ട് കിട്ടിയിരുന്നു. ഐ ഗോട്ട് ദ റിസൾട്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്, ഒരു അവസരം വരും. ഡോണ്ട് വറി, ബി ഹാപ്പി, ബി ഗോഡ് കോൺഫിഡൻസ്. ഈ ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് രക്ഷപ്പെടുന്നതല്ല. ആത്മവിശ്വാസത്തെ ഞാൻ അംബ്രലയായിട്ട് താരതമ്യം ചെയ്യുന്നു. അംബ്രല cannot stop rain. Umbrella cannot stop rain. But if you have the umbrella, you can stand in the rain. Confidence does not give you the success. But if you have the confidence, you can face the problem. Just like what I say. Umbrella does not stop rain. But if you have an umbrella, you can stand in the rain. Yes. Okay. അപ്പൊ ആത്മവിശ്വാസത്തോടുകൂടി ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകും. ഞാനത് പറയാൻ കാരണം, ഞങ്ങൾക്ക് +2 അന്നത്തെ ഡിഗ്രിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഇതേപോലെ ഞങ്ങളുടെ ക്ലാസ്സിലോട്ട് വരും. വന്നു കഴിഞ്ഞ് ഇടയ്ക്ക് വല്ലപ്പോഴും പുള്ളി അതിന്റെ കൂടെ ഫ്രീ പീരീഡ് കയറും. വന്നിട്ട് പുള്ളി 1 മണിക്കൂർ അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ക്ലാസ് അല്ല കോമൺ കാര്യങ്ങൾ പറയും. അപ്പൊ സാറ് വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ആണ്. കാരണം അതായിരിക്കും സാറിന്റെ ലെവൽ ഓഫ് ക്ലാസ്. ഒരാഴ്ച കഴിയുമ്പോൾ ഡൗൺ ആവും. അപ്പൊ വീണ്ടും സാറ് എപ്പോഴെങ്കിലും വീട്ടിൽ കയറി വരും. അപ്പൊ ഒരു ഇൻസ്പിറേഷൻ ആണത്. യെസ്, ശരിയല്ലേ? എല്ലാ ദിവസവും നമ്മൾ ഒരുപോലെ ഇരിക്കില്ല, ചിലപ്പോൾ ഒന്ന് ഡൗൺ ആവും. യെസ്, അപ്പൊ നിങ്ങളും നിങ്ങളുടെ കുട്ടികളെയും അങ്ങനെ ഒബ്സർവ് ചെയ്യണം. അവരൊന്ന് ഡൗൺ ആയി പോകുന്നുണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഇൻസ്പിറേഷൻ ഒക്കെ കൊടുത്ത് അവരെ ഒന്നുകൂടി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് ലെവൽ ചെയ്ത് നിർത്തണം.
യെസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ ക്ലോസ് എന്താണെന്ന് പറഞ്ഞു, നൗൺ ഫ്രേസ് എന്താണെന്ന് പറഞ്ഞു, എങ്ങനെയാണ് നൗൺ ഫ്രേസ് കണ്ടുപിടിക്കാനുള്ള രീതി എന്ന് പറഞ്ഞു. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. യെസ്, ഇന്നത്തെ ആരാണ്? ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയ ആരാണ്? സൗമ്യല്ലേ പറഞ്ഞത്? ഞാൻ നേരത്തെ കണ്ടുപിടിച്ചു പറഞ്ഞത് അപർണയാണ് പറഞ്ഞത്. ഷഹാനാണ് പറഞ്ഞത്. ഷഹാന അല്ലേ? വെരി ഗുഡ്, ഷഹാന. അപ്പൊ ഷഹാന, ഒരു ചോദ്യം എല്ലാവരോടും കൂടിയാണ്. ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ നിന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ ഷഹാനയിൽ നിന്ന് തുടങ്ങി വെക്കുന്നു. ഷഹാന, how do you spend your Sunday? ഷഹാനയുടെ ഞായറാഴ്ചകൾ എങ്ങനെയാണ്? അതാണ് ഒരു ചോദ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും ഉണ്ട് സംഭവിച്ചു, പക്ഷെ ഞായറാഴ്ചകൾ എങ്ങനെയാണ്? അപ്പൊ നമുക്ക് ചിലപ്പോൾ വളരെ ലേറ്റ് ആയിട്ട് എഴുന്നേക്കും. അന്നൊക്കെ ലാവിഷായിരിക്കും അല്ലെ? സമയമുണ്ട്. സൺഡേ ഈസ് എ ഹോളിഡേ എന്നാണ് പറയുന്നത്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേ? അപ്പൊ ഷഹാനക്ക് വേണമെങ്കിൽ പറയാം, ഐ വേക്ക് അപ്പ് വെരി ലേറ്റ് ഇൻ ദ മോർണിംഗ്. ഞാൻ വളരെ താമസിച്ചാണ് ഞാൻ രാവിലെ എഴുന്നേൽക്കാറ്. സോ അത് കഴിഞ്ഞതിന് ശേഷം ഐ വിൽ സ്റ്റിൽ ലേ ഇൻ ബെഡ് ടോക്കിംഗ് ടു മൈ ഹസ്ബൻഡ് ഓർ ചിൽഡ്രൻ. ഞങ്ങളിങ്ങനെ അവിടെ തന്നെ കിട്ടുന്ന കുറെ നേരം വർത്താനം പറയും. At 9 o'clock I will go to kitchen. 9 മണിക്കാണ് ഞാൻ കിച്ചണിൽ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ വെളുപ്പിന് 6 മണിക്ക് പോകുന്നതാണ്. At Sunday I will go 9 o'clock in the kitchen. അങ്ങനെ സൺഡേസിൽ എല്ലാ സൺഡേ അങ്ങനെ തന്നെ ആവണമെന്നില്ല, എന്നാലും നിങ്ങളൊരു സൺഡേ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ സെന്റൻസ് ഉണ്ടാക്കിയാണ്, ഹൗ ഡു യു സ്പെൻഡ് അവർ സൺഡേ? നമ്മുടെ ഞായറാഴ്ചകൾ എങ്ങനെ നമ്മൾ ചിലവഴിക്കും? അപ്പോ ഷഹനയുടെ മനസ്സിലേക്ക് ഓടി വന്നിട്ടുണ്ടാവും ചിലപ്പോ നമ്മുടെ നാട്ടിൽ ഇതേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലല്ലേ നമ്മളൊന്നും ജീവിതം ആസ്വദിക്കുന്നില്ല. യൂറോപ്യൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവര് തിങ്കൾ മുതൽ വെള്ളി വരെ പണിയെടുക്കും. വെള്ളിയാഴ്ച വൈകുന്നേരം അവര് ആ ആഴ്ചയിൽ കിട്ടിയ പൈസയുമായിട്ട് അങ്ങനെ കറങ്ങാൻ ഇറങ്ങിയാണ്. ശനി ഞായറും കറങ്ങി വീണ്ടും തിങ്കളാഴ്ച വീണ്ടും പണിക്ക് വരുന്നു. ആ 2 ദിവസം അവർ ആസ്വദിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ജീവിതത്തില് നമ്മൾ ജീവിതം ആസ്വദിക്കുന്നുണ്ട് ശരിക്കും. ഈ ടെൻഷൻ അടിച്ചാൽ മുന്നോട്ട് പോകല്ലേ? നമ്മൾ ഒരു മനസ്സ് തുറന്ന് പൊട്ടിച്ചിരിച്ചിട്ട് എത്ര നാളായി? യെസ്, നിങ്ങളുടെ സ്വന്തം മക്കളെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് എത്ര നാളായി? യെസ്, ഒന്ന് ചേർത്ത് നിർത്തിയിട്ട് എത്ര നാളായി? യെസ്, ഇനി നിങ്ങളുടെ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഒരു കെട്ടിപ്പിടിച്ച് ഒരു കിസ് ചെയ്തിട്ട് എത്ര നാളായി? നമ്മൾ ആരും നമ്മൾ ഈ തിരക്കിന്റെ അകത്ത് പെട്ടുപോകുന്നു. യെസ്, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ജീവിക്കാൻ മറന്നു പോയിരുന്നു. ശരിയല്ലേ? യെസ്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പഴയകാല ചിന്തകളൊക്കെ എടുക്കുക, പൊടി തട്ടിയൊക്കെ എടുക്കുക, ജീവിക്കുക. ഓക്കെ, അപ്പൊ ഷഹാന, ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? അപ്പൊ ഇത് ചോദ്യം നിലനിൽക്കുന്നതാണ്. അടുത്ത ആഴ്ച വരുമ്പോൾ ഇത് ഓർമ്മിപ്പിക്കാനുള്ള കാര്യം ഞാൻ കൃഷ്ണപ്രിയെ ഏൽപ്പിക്കുന്നു, അതിന്റെ അനുഗീത രണ്ടുപേരെ ഏൽപ്പിക്കുന്നു. ഇനി കൃഷ്ണപ്രിയ ഇല്ലെങ്കിൽ അനുഗീത പറയാം. നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുക സൺഡേസിനെ കുറിച്ച് പറയാൻ വേണ്ടി. അന്നത്തെ ഡേയ്സ് മുഴുവൻ പറയണോ സാർ? ഡേയ്സിൽ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പറയണോ? മുഴുവൻ കാര്യങ്ങളും പുറത്ത് പറയാൻ പറ്റുന്ന പറഞ്ഞാൽ അങ്ങനെയല്ല സാർ, അതായത് രാവിലെ മുതല് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ പറയുന്നത്. രസകരമായിട്ട് അവതരിപ്പിച്ചോ, കയ്യിൽ നിന്ന് കുറച്ചിട്ടോ. ഇത് നമ്മൾ പുട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് പീരിയഡൂടെ ടേസ്റ്റ്. അതുപോലെ എനിക്ക് തോന്നുന്നു ഈ ഷഹാന ആ ഈസ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കണ്ടുപിടിച്ച ആളല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് കണ്ടുപിടിച്ചു വിചാരിച്ചു, ഇങ്ങനെ പറയാൻ അറിയില്ല. I wake up at 7 o'clock. Yes, in Sundays. Okay, nice. On Sunday. And I will go to the kitchen. Yes. I will prepare breakfast. Okay, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് അങ്ങോട്ട് പറയാം. ആഫ്റ്റർ ദ റൊട്ടീൻ വർക്ക് കേട്ടോ. അപ്പൊ എല്ലാം പെട്ടു. ബാത്റൂമിൽ പോവുക, കുളിക്കുക, ജപിക്കുക, ഇതൊക്കെ എല്ലാം പെട്ടു. അപ്പൊ റൊട്ടീൻ വർക്ക്
ഒറ്റ അടിയപ്പെടുത്താം. ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യണമെന്നില്ല. ഞാനിത് എല്ലാവരും കൂടി റൊട്ടീൻ പറഞ്ഞു. കാരണം മറ്റു കാര്യങ്ങൾ ധാരാളം പറയാനുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒറ്റ വാക്ക് നിർത്താം. കണ്ടിന്യൂ. Then children and husband wake up at 9 o'clock. കിട്ടുന്നില്ല സാർ, മലയാളത്തിലാണെങ്കിൽ കുറെ. എപ്പോഴും എന്ത് ചെയ്യണം, ഒരു ബിൽഡപ്പ് കൊടുക്കുക. ഒരു സംഗതി നമ്മള് പെട്ടെന്ന് അങ്ങനെ പറയണം. അപ്പൊ ആ വിഷയത്തിലോട്ട് വരുമ്പോ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ബിൽഡപ്പ് കൊടുക്കുക. ബിൽഡപ്പ് കൊടുത്തതിന് ശേഷം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. സൺഡേയെ കുറിച്ച് 2 വാക്ക് പറയാം. സൺഡേ ഈസ് മൈ ഫേവറേറ്റ് ഡേ. കേട്ടോ, നമ്മുടെ ബിൽഡ് സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ്. ഐ വെയിറ്റ് ഫോർ സൺഡേ. ഞാൻ എന്ത് ചെയ്യുന്നു, സൺഡേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ബിക്കോസ് സംതിങ് സ്പെഷ്യൽ ഹാപ്പൻസ് ഇൻ മൈ ഫാമിലി. എന്റെ കുടുംബത്തിൽ അത് പ്രത്യേകതകളൊക്കെ സംഭവിക്കുന്നത്. അതെ, സൺഡേ ആണ് ഇത് കൊടുക്കുക. ഐ ഗെറ്റ് റിലാക്സ് ഫ്രം ഓൾ വർക്ക്. എനിക്കൊരു റിലാക്സേഷൻ കിട്ടുന്നത്. അങ്ങനെ ഒരു ബിൽഡപ്പ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് വന്നാൽ മതി. ഓക്കെ, അപ്പൊ ഞാനൊരു ഐഡിയ ഇട്ട് തന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇത്ര ഓക്കെ. ഷഹാര, യു വിൽ ഗെറ്റ് എ ചാൻസ് നെക്സ്റ്റ്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ ഇനി ഇതിൽ നിന്ന് പ്രചോദനം കൊണ്ട് 100 നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടാവില്ലേ? സാറേ ഞാനൊന്ന് പറയട്ടെ, 100 നിൽക്കുന്ന ആരെങ്കിലും ആർക്ക് വരാം? അവർക്ക് അടുത്ത പ്രാവശ്യം ചാൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ പറഞ്ഞത് ഇത്രയും പറഞ്ഞു കഴിയുമ്പോ ഒക്കെ എനിക്ക് പറയാനായിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുന്നുണ്ടാവില്ലേ? പറഞ്ഞേ തീരും. യെസ്, എവിടെ ഞാൻ ട്രൈ ചെയ്യാം. അജിക്ക് ശേഷം അനുഗതിയിലോട്ട് വരാം. അവള് പറഞ്ഞോട്ടെ, ധൃതിയാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ശ്രമിക്കണേ കേട്ടോ, മൊത്തം ശരിയാവുന്നാവൂല. Sunday is a holiday, but Sunday is a busy day. Very good. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. Sunday is a busy day. Very good. Okay, Miss Maya. I work earning morning in Sunday, and after routine work, and children and husband wake up, and we are going to church and Sunday school. Afternoon back the home and lunch, and evening going to the Kudumbasri. Yes. And evening back to the home and busy to the preparation of dinner. Yes. Evening my children homework, help to the homework. And also Sunday is a busy day. Very good. Okay, അജി പറഞ്ഞപ്പോ എനിക്ക് കാര്യം പിടികിട്ടി. യെസ്, ഓക്കെ. വെരി ഗുഡ്. യെസ്, എനിക്കിത് പറഞ്ഞോളൂ. എനിക്കിത് കഴിഞ്ഞ് കഴിഞ്ഞാല് വിസ്മയിലോട്ട് വരാം. ഓക്കെ, എനിക്കിത് പറഞ്ഞോളൂ. Okay, sir. Aji also said Sunday is a fun, busy day, but also it is a fun day. I always, before sleeping, Saturday before sleeping, I always tell my husband, tomorrow is a Sunday, I want to wake up late. But at the end of the Sunday, I will wake up at 7 o'clock to prepare the breakfast. And after that, I go to square with my husband. Today is Sunday. I want freedom. I don't want to be busy with the kitchen and like that. And also said to him, today Sunday, we can prepare any special lunch for today's Sunday special. But we don't prepare anything special in Sunday. We end up with vegetables. And also at the time of lunch, we have to tell, today Sunday, we have to go outing at the evening. At the Sunday evening, at the time of evening, we again start, today Sunday, we don't want to go to outing. We can spend time with at home also. We don't want to go outside. Then after that, we end with Sunday without fun day.
after Yes. a regular time like Okay. that. Okay. Okay. About and the only planning is there, no implementation. Correct? No, sir. No, just a quarrel with him. Because Yeah. it is the Sunday. We want to also rest, no, sir, for housewives, girls. We just get time with Sunday. But that Sunday is a very difficult day to all the women who spending her life with home. Okay. 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 Very good. Very good. Miss Maya, you get the chance. Miss Maya. Miss Maya Moya. ഇല്ല പറയാം Yes. സാർ. Yes. Ah, Sunday is my favorite day. Ah. I get up at 7 a.m. Yes. Then I go to kitchen and made some dishes. Yes. After the dinner, after the breakfast, then wake up my children. Yes. സാർ ഒന്നും കൂടി പറയട്ടെ ആദ്യം തൊട്ട് പറഞ്ഞപ്പോ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റുന്നു. Okay. 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 You have time. Don't worry. Sunday is my favorite day. Yes. I get up at 7 a.m. Then I Yes. go to kitchen and made some dishes. Yes. After the routine, I wake up my children and husband with Yes. my lovely hug and kiss. Yes. Then we ate food together. Yes. After the breakfast, we are go to a small outing. Yes. Then we watch a movie also. Yes. And then go to market for shopping. Yes. After the shopping, we will reach the home. Yes. And then we ate dinner and go to sleep. Yes. Okay. 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 Very good. Very good. Very good. Okay, Miss Maya. Okay. അപ്പൊ ഈ ചാൻസ് എല്ലാവരും നോക്കിയാണ് വിസ്മയക്കും എന്നോടൊപ്പം തന്നെ അനികിതക്കും അജിക്കും എല്ലാം വീണ്ടും ഒരു ചാൻസ് കൂടിയുണ്ട് നെക്സ്റ്റ് ടൈം. അപ്പൊ ഇതൊന്ന് റെഡി ആയിട്ട് വെച്ചേക്കാം കേട്ടോ. എഴുതി തയ്യാറാക്കുന്നത് വേണ്ട, മനസ്സിൽ ഫീഡ് ചെയ്ത് വെച്ചാൽ മതി. എഴുതി തയ്യാറാക്കും മനസ്സിൽ പറയാനുള്ള പോയിന്റുകൾ ഫീഡ് ചെയ്ത് വെക്കാം. നമുക്ക് അങ്ങനെയും നമ്മൾ ചെയ്യാം. എഴുതി തയ്യാറാക്കും മനസ്സിൽ പിടിയേ ഇന്ന് പറയുന്നത് ഓക്കെ. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ അത് നമുക്ക് വേണ്ടി വരും. അപ്പൊ അത് നമ്മുടെ ഒരു ടാലന്റ് ആണ്, ഒരു കഴിവാണ്. യെസ്. ഓക്കെ, വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. അപ്പോ ഇന്ന് നിങ്ങളുടെ പ്രകടനം സൂപ്പർ ആയിരുന്നു പറഞ്ഞുകൊണ്ട് വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. ഓക്കെ, താങ്ക് യു സാർ. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir.